കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ നാളത്തെ എപ്പിസോഡ് നടക്കുന്നത് സുധീഷിന് നിരപരാധിത്വം നിധി തിരിച്ചറിയുകയാണ്. മാത്രവുമല്ല, തന്റെ അച്ഛനും ചേട്ടനുമാണ് സുധീഷിനെ തട്ടിക്കൊണ്ടുപോയതെന്നും സുധീഷിനെ കൊല്ലുവാൻ ശ്രമിച്ചതെന്നും നിധി മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡ്. അങ്ങനെ ഗുണ്ടാ തലവൻ ആ സത്യം തുറന്നു പറയാണ്. രാജീവ് സാറും അരുൺ സാറും ചേർന്നാണ് ഞങ്ങളെ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്നും സുധീഷിനെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തതിന് ശേഷം അരുൺ സാറിന്റെ കയ്യിൽ ഞങ്ങൾ അരുൺ സാറിന്റെയും രാജീവ് സാറിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടിയെന്നും ഇനി സുധീഷിനെ ഇല്ലാതാക്കുവാനും ഉള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിരുന്നും ആ ഒരു യാത്രയിലാണ് ഈ സുധീഷിന്റെ ചേട്ടനും അനിയന്മാരും വന്ന് സുധീഷിനെ രക്ഷപ്പെടുത്തിയതെന്നും ഗുണ്ടാ തലവൻ നേരിട്ട് നിധിയോട് പറയുമ്പോൾ നിധി ഞെട്ടിപ്പോവുകയാണ്. ഇതിനിടയിൽ നിധിയോട് പറയാണ്, നിധിയുടെ അച്ഛനും ചേട്ടനും പറയുകയാണ്, ഇല്ല മോളെ, ഇത് വിശ്വസിക്കരുത്, ഇവർ കളിക്കുന്ന നാടകമാണ്. സുധീഷ് തന്നെയാണ് പണം തട്ടിക്കൊണ്ടുപോയത്. എന്തിനാണ് ഞങ്ങൾ നമ്മുടെ പണം തട്ടിയെടുക്കുന്നത്? അതിന്റെ കാര്യം എന്താണ്? ഇവർ കളവാണ് പറയുന്നത്. എന്തിനാണ് ഞാൻ സുധീഷിനെ തട്ടിക്കൊണ്ടു പോകുന്നത്? അതിന്റെ വലിയ കാര്യമുണ്ടോ മോളെ? ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ, ഇവർ കളിക്കുന്ന ഒരു നാടകമാണ്. ഇവൻ പൈസ മാറ്റിയതിന് ശേഷം ഇവന്റെ ചേട്ടന്മാരെയും ഇതിനകത്ത് വലിച്ചിറക്കിയതാണ്. അങ്ങനെ ഇവന്മാർ മുഴുവൻ കള്ളന്മാരാണെന്നും ഇവന്മാരുടെ കാര്യം ഞാനേറ്റ് മോള് മുറിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞ് നിധിയെ പറഞ്ഞയക്കുവാൻ ശ്രമിക്കുന്ന രാജീവിനെയും അരുണയൊക്കെ കാണാട്ടോ. ഈ സമയം നിധിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി വരികയാണ്. ഞാൻ നിധി രാജീവിനോട് ചോദിക്കുക, അച്ഛാ, ഈ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല മോളെ, ഇവര് കള്ളം പറയുന്നതാണ്, മോളകത്തേക്ക് പൊക്കോ, ഞങ്ങൾ ഇവന്റെ കാര്യം ഏറ്റോളാം എന്ന് പറയാം. ഈ സമയത്ത് അരുൺ പാഞ്ഞു വരികയാണ് നിധിയുടെ അടുക്കിലേക്ക്. എന്നിട്ട് പറയുന്നത്, നിധി നീ അകത്തേക്ക് പോ, അമ്മേ നിധിയെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. ഈ സമയം അല്പം അകലെ നിന്ന് അരുൺ വേഗത്തിൽ നിധിയുടെ അടുക്കിലേക്ക് വന്നപ്പോൾ നിധി അത് ശ്രദ്ധിച്ചിരുന്നു. കാരണം നിമിഷങ്ങൾക്ക് മുമ്പ് അരുണ് നടക്കുവാൻ കഴിയാത്ത വിധം ചട്ടിയായിരുന്നു നിന്നത്. അതായത് ഒരു അഭിനയമായിരുന്നു എന്ന് നിധി അത് മനസ്സിലാക്കിയാണ്. അപ്പോൾ നിധിയുടെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, ചേട്ടന്റെ കാലിന്റെ വേദനയൊക്കെ മാറിയോ എന്ന് ചോദിക്കുക. അപ്പോഴാണ് അരുണ് മനസ്സിലായത്, തന്റെ കളവ് ആദ്യഘട്ടം തന്നെ പൊളിഞ്ഞോ എന്നൊരു തോന്നലുണ്ടാകുന്നത്. അപ്പോൾ പെട്ടെന്ന് അരുൺ പറയാണ്, ഇല്ല, എൻ്റെ കാലിന് വേദനയുണ്ട്, ഞാൻ പെട്ടെന്ന് ആ കാര്യം മറന്നുപോയി വേഗത്തിൽ വന്നതാണ് നിധി, നീ അകത്തേക്ക് പൊക്കോളാൻ പറയാണ്. അപ്പം മറന്നു പോകുവാൻ കഴിയുന്ന വേദനയോ ഉള്ളായിരുന്നു ചേട്ടനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് അതിനിടയിൽ വന്ന് പറയാണ്, മോളെ, നീ ഈ ഇവന്മാർ പറയുന്നത് വിശ്വസിക്കരുത്, നീ അകത്തേക്ക് പോകും, നിന്നെ ചതിച്ചതാണ് ഇവന്മാർ, ഈ ഇവന്മാരുടെ കാര്യം ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്ന് പറയും. അങ്ങനെ ഈ സമയത്ത് നിധിയുടെ അമ്മ നിധിയോട് പറയാ, ബാ മോളെ, നമുക്ക് അകത്തേക്ക് പോകാം, അച്ഛനും ചേട്ടനും ആ കാര്യം നോക്കിക്കോളും എന്ന് പറഞ്ഞ് കയ്യിൽ പിടിക്കുമ്പോൾ നിധിയുടെ അമ്മയുടെ കൈ വലിച്ച് മാറ്റുകയും അല്ലെങ്കിൽ തട്ടി മാറ്റുകയും എന്നിട്ട് രാജീവിനോടും അരുണിനോടും തൻ്റെ അമ്മയോടുമായിട്ട് പറയുകയാണ്, എന്നെ ഇത്രയും കാലം നിങ്ങൾ സ്നേഹിക്കുകയായിരുന്നു എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി, നിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി എന്നെ ഒരു കരുവാക്കുമായിരുന്നു അല്ലേ? ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയുകയും അങ്ങനെ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നെ ഇനി മോളെ എന്നൊരു വിളിക്കുക പോലും ചെയ്യരുത്, എനിക്കിങ്ങനെ ഒരു അച്ഛനും ചേട്ടനുമില്ല എന്ന് പറയുകയും അങ്ങനെ നിധി ആ വീട് വിട്ട് ഇറങ്ങുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.